ഹേ ഗൈസ്, വെൽക്കം ബാക്ക്. ഇപ്പോൾ ടൈം എത്രയെന്ന് വെച്ചാൽ 10:30. ഇന്ന് അപ്പോൾ ഈ നേരത്തെ വീഡിയോ ചെയ്യാൻ കാരണം എന്ന് വെച്ചാൽ നമ്മൾ നാളെ മുതൽ ഒരു പുതിയൊരു മനുഷ്യരാകാൻ പോവുകയാണ്. നമ്മളല്ല, ഞാൻ. നിങ്ങൾക്ക് കൂടണമെങ്കിൽ കൂടാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട്, പ്രത്യേകിച്ച് നോമ്പ് അതിൻ്റെ ശേഷം ഞാൻ വീക്കായി. അത് വെച്ചാൽ വീക്ക് പറഞ്ഞാൽ ഇന്ന് ഇതുവരെ വീക്കായിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ. കാരണം എന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ കുറേ ഉപയോഗിക്കുന്നത്. ഇൻസ്റ്റഗ്രാമിലൊക്കെ 4 മണിക്കൂറാണ് ഇരിക്കണത്. ഓരോരുത്തർ റിപ്ലൈ കൊടുക്കേണ്ട പറഞ്ഞാൽ നല്ല കാര്യമാണ്, പക്ഷേ അപ്പോൾ നമ്മൾ ടൈമാണ് പോണത്. അപ്പോൾ അങ്ങനെ ഓരോ ഇതായിട്ടും 4 മണിക്കൂർ അങ്ങനെ ടൈം മൊത്തം വെറുതെ വേസ്റ്റ് ആയിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇങ്ങനെ നടന്നാൽ പോരാ, ഒന്നുകൂടി ഒന്ന് സെറ്റ് ആവണം. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇതിന് മുമ്പ് 2 മാസം മുമ്പ് ഈ നോമ്പിനൊക്കെ മുമ്പ് പറയേണ്ടത് ഞാൻ പക്ക സിസ്റ്റമാറ്റിക്കായിട്ട് പോയതാണ്. ഞാൻ പണ്ട് സാൻറ്റിഫൈ ഹാർഡൊക്കെ ചെയ്തതിന് അന്ന് പറഞ്ഞിട്ട് പക്ക സ്ട്രിക്റ്റ് ആയിട്ട് ഞാൻ പോയില്ലേ. ഞാൻ ആലോചിക്കണം അന്നത്തെ ആ പ്രൈം സംഭവം എനിക്കൊന്ന് ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ചലഞ്ച് തുടങ്ങാമെന്ന്. കാരണം നമുക്ക് നമുക്ക് തോട്ട് വരും, ഇങ്ങനെ നടന്നാൽ ശരിയാവില്ല, എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളത്. ആ തോട്ട് വന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് മുതൽ തുടങ്ങാമെന്ന്. അതായത് വെച്ചാൽ ഇന്ന് മാർച്ച് 31 നാളെ April 1, ഏപ്രിൽ ഫുള്ളാണ്. അവിടെ വെറുതെ പറയില്ല. ഇന്ന് ഇപ്പോൾ തൊട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. നാളെ തൊട്ട് അടുത്ത 30 days ലൈഫ് മൊത്തത്തിലൊന്ന് മാറ്റണം. യെസ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വിചാരിച്ചാൽ വ്ളോഗ് കൂടി എടുക്കാം. വ്ളോഗ് കൂടി എടുക്കുമ്പോൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ കൺസിസ്റ്റൻസി കുറച്ചുകൂടി നീണ്ടു. മറ്റേത് പറയേണ്ടത് ഞാൻ ചെയ്യും, വ്ളോഗ് ചെയ്യാതെ തന്നെ ഞാൻ കുറേ ഇത് ചെയ്തിരിക്കണേ, സിസ്റ്റമാറ്റിക്കായിട്ട് പോയിക്കണം. പക്ഷേ പ്രശ്നം എന്താ വെച്ചാൽ 3 ദിവസം കഴിഞ്ഞാൽ പിന്നെ അത് അവിടെ പോകും, ആ കൺസിസ്റ്റൻസി അവിടെ പോകും. അത് നിലനിർത്തണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ വ്ളോഗ് ഇടുന്നത്. കാരണം വെച്ചാൽ വ്ളോഗ് ഇടുമ്പോൾ എങ്ങനെ പോയി 10 ആൾക്കാരെങ്കിലും കാണും, അത്ര കാണുള്ളൂ. പക്ഷേ ആ കാണുന്ന ആൾക്കാർ ഞാൻ ഇതൊന്നും ചെയ്തില്ലെങ്കിൽ ചിലപ്പോൾ ഇവർ കമൻറ്റ് ഇടും. അപ്പം നമുക്കൊരു തോട്ട് വരും, ഇവർ കാണണ്ട, അപ്പോൾ ഇവരെ കാണിക്കാനെങ്കിലും ചിലപ്പോൾ ചെയ്യണം എന്നുള്ളത്. മറ്റേത് പറയുന്നത് ഞാൻ ഭയങ്കര വീക്കായിക്കൊണ്ട്. കാരണം എന്താ വെച്ചാൽ ഉച്ചയ്ക്ക് കിടന്നുറങ്ങുക, അതൊക്കെയാണ് പണി. ഉച്ചയ്ക്ക് കിടന്നുറങ്ങും, എന്നിട്ട് രാത്രി ഇങ്ങനെ പൊട്ടന്മാരെ പോലെ ഇങ്ങനെ മേലെ കൊക്കിക്കും, ഉറക്കം വരില്ല. അപ്പോൾ ഇതിങ്ങനെ ലൂപ്പായിക്കൊണ്ടിരിക്കും. അതുവെച്ചാൽ അപ്പോൾ രാത്രി ഉറങ്ങിയിട്ടില്ലല്ലോ, അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഉച്ചക്ക് ഉറക്കം വരും. അപ്പോൾ ഉച്ചക്ക് ഉറങ്ങും, എന്നിട്ട് പിന്നെ രാത്രി ഇതുപോലെ ഇങ്ങനെ മേലേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അപ്പോൾ അതൊക്കെ ഒരു വിഷയമാണ്. ഉച്ചക്ക് ഉറങ്ങാൻ എനിക്ക് തീരെ ഇഷ്ടമില്ല, നിർത്തിക്കേട്ടോണ്ട് ഉറങ്ങിപ്പോവാണ്. കാരണം ഞാൻ കാറ്റിട്ട് അപ്പോൾ ഉറങ്ങും. ഉറക്കാറിന് ഭയങ്കര ഇഷ്ടമാണ്, പക്ഷേ ഉച്ചക്ക് ഉറങ്ങാൻ എനിക്ക് തീരെ ഇഷ്ടമാണ്. പക്ഷേ ഉറങ്ങിക്കഴിഞ്ഞാറുണ്ട് നമ്മളെ ഡേ എപ്പോഴും നമ്മളെ ലൈഫിൽ എപ്പോഴും നമ്മൾ പ്രൊഡക്റ്റീവായിട്ട് തന്നെ യൂസ് ചെയ്യണം. അല്ലാതെ വെറുതെ ഉറങ്ങിക്കളയരുത്. അതിനാണ് നൈറ്റ് ഉള്ളത്. അതിനായിട്ട് തന്നെ യൂസ് ചെയ്യണം. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇതൊക്കെ നേരത്തെ അറിയാം, പക്ഷേ എനിക്ക് ആ സംഭവം ചെയ്യാൻ കഴിയണില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു നാളെ തൊട്ട് അടുത്ത 30 days കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റൻസി ആയിട്ട് ഞാൻ തുടങ്ങുന്നവർക്ക് തുടങ്ങാൻ നല്ലൊരു കാര്യമാണ്. വ്ളോഗ് ചെയ്യാനുള്ള വേറൊരു റീസൺ എന്താണെന്ന് വെച്ചാൽ ഇത് തന്നെയാണ്. കാരണം നമ്മൾ ചെയ്യണ കണ്ടാണ്ട് ആർക്കെങ്കിലുമൊക്കെ ഇൻസ്പയർ ആയിക്കാണ്ട് ചെയ്യാൻ തോന്നിയാലോ അത് നല്ലൊരു കാര്യമില്ല. അതുകൊണ്ട് യെസ്, നാളെ തൊട്ട് ഇനി അങ്ങോട്ട് 30 days ചലഞ്ചാണ്. അപ്പോൾ 30 days വീഡിയോസ് ഉണ്ടാവും. ടൈം ടേബിളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇന്ന് രാവിലെ അതിൻ്റെ ഫുൾ ടൈം അതിനെ വേണേൽ ഒരു റൂട്ടീൻ തയ്യാറാക്കാൻ. ഇനി നാളെ ചെയ്യണ കാര്യങ്ങളൊന്നും എഴുതിക്കണം, അതുകൂടി ആയാൽ സെറ്റായി. എന്നിട്ട് നാളെ ഷാർപ്പ് 4:45 എണീക്കണം. ഇൻഷാ അല്ലാഹ് ജീവനോടെ ഉണ്ടെങ്കിൽ 4:45 എണീക്കണം. യെസ്. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇപ്പം തന്നെ തുടങ്ങിയേക്കാം. കാരണം ഇപ്പോൾ നമ്മൾ എഴുതണം നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ളത്. അതാണ് നാളെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഇപ്പം തന്നെ എഴുതിക്കണം. അത് നല്ലൊരിതാണ്. ജീവനോടുണ്ടെങ്കിൽ നാളെ 4:45 ഇതേപോലെ കാണാം. യാ, പീസ്. ഫസ്റ്റ് ദിവസം തന്നെ മൂഞ്ചി പോയി. വിചാരിച്ചാത്ത കാര്യങ്ങൾ വരുന്നത്. സംഭവം ഇപ്പോൾ ഞാൻ 10 ഇടാൻ പോവാണ്. 10 ഇട്ട് കഴിഞ്ഞിട്ട് എന്തായാലും പറഞ്ഞുതരാം സംഭവം എന്താണെന്നുള്ളത്. ഓക്കെ. ഗൈസ്, അങ്ങനെ നമ്മൾ വീട്ടിലെത്തി. ഇനി സംഭവം എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇന്നലെ ഞാൻ 4:45 ആക്ച്വലി 5 മണിക്ക് എണീക്കാമെന്ന് വിചാരിച്ചാണ് കിടന്നത്. 4:45 എണീച്ചാൽ കറക്റ്റ് 5 മണിയാകുമ്പോഴത്തേന് 4:45 അലാറം വെച്ചാൽ 5 മണിയാകുമ്പോഴത്തേന് എണീക്കാം. അപ്പോൾ ആ ഒരു ഇതിലാണ് ഞാൻ കിടന്നു തുടങ്ങിയത്. അപ്പോൾ ഞാൻ 4:30 തന്നെ അലാറം വെക്കാൻ തുടങ്ങി. 4:30, 4:45, 4:48, 5 മണി, ഇങ്ങനെ 4 അലാറം ഞാൻ വെച്ചു. അങ്ങോട്ട് നീച്ചത് എപ്പോഴും അറിയോ? 6 മണിക്ക്. പണ്ടരം. അപ്പോൾ മൂടനാണ് പോയി. 6 മണിക്കാണ് നീച്ചത്. അതും
ഞാൻ അങ്ങനെ വിചാരിച്ചു 5 മണിക്ക് എണീച്ചിട്ട് ഒരു 5:15 to 6 മണി ഹിസ്റ്ററി പഠിക്കാന്നുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് കിടന്നത്. പിന്നെ നീച്ചപ്പോൾ തന്നെ 6 മണിയായി. പിന്നെ വേറെ വിചാരിച്ചാത്ത കാര്യം കൂടി നടന്നു. അതെന്ന് വെച്ചാൽ ഞാൻ പത്രം നിർത്തിയതേനു ഇന്നലെ. പത്രം കൊടുത്ത് ഓനക്ക് മദ്രസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഒരു 3 ദിവസം പാടെ ചോദിച്ചു. അപ്പോൾ നമ്മൾ വിചാരിച്ചാത്ത കാര്യങ്ങൾ വന്നതുകൊണ്ട് അതും കൊളായിപ്പോയി. ഞാൻ വിചാരിച്ചത് 5:15 to 6 മണി വരെ പഠിച്ചിട്ട് 6 to 7 ജിമ്മിൽ പോകാമെന്നുള്ളത്. ഇപ്പോൾ 7 മണിയായി. പഠിച്ചാൽ നടന്നില്ല. ഇപ്പോൾ ജിമ്മിൽ പോകണം. അപ്പോൾ എല്ലാം ലേറ്റായി. പിന്നെ പ്രശ്നമില്ല. കാരണം എന്താ വെച്ചാൽ ഇന്ന് ഡിജിറ്റൽ മാർക്കറ്റിംഗ് ക്ലാസ് ഇല്ല. ഈ ടൈം ആ ടൈമൊക്കെ മാറ്റിയേക്കാണ്. വേറെ സീനൊന്നുമില്ല. പക്ഷെ നല്ല മൂടാണ് പോയി. എന്തായാലും ഇനിയിപ്പോൾ നമുക്ക് ജിമ്മിൽ പോകാം. ജിമ്മ് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ജിമ്മ് കഴിഞ്ഞു. ഇനി വീട്ടിലോട്ട് പോകാം. എന്താ മുടി ഇങ്ങനെ അപ്പോൾ വാർപ്പിൻ്റെ മേലെ എന്താ പരിപാടി എന്ന് വെച്ചാൽ നമ്മൾ ജിമ്മ് കഴിഞ്ഞു. ജിമ്മ് നമ്മൾ ചെറുതായിട്ട് വർക്കൗട്ട് ചെയ്തിട്ടോ. കാരണം എന്താ വെച്ചാൽ കുറേ കാലത്തിന് ശേഷം കയറല്ലേ. നന്നായിട്ട് വർക്കൗട്ട് ചെയ്താൽ നാളെ നീച്ചാൻ കഴിയില്ല. മിന്നാന്ന് ഞാൻ ഇന്നലെ ചെസ്റ്റ് കളിച്ചത്. ഇന്നലെ ഇപ്പോൾ എന്തൊരു ബാനായിരുന്നു. അപ്പോൾ നീച്ചാൻ കഴിയില്ല. പിന്നെ തൊപ്പിട്ടിട്ടുണ്ടെന്ന് എന്താ വെച്ചാൽ ഒരു വീഡിയോ എടുക്കാൻ സമ്മതിക്കില്ല. വേണ്ട അതിനായിട്ട് ഒച്ചപ്പാണ്ടാക്കാനായിട്ട് വന്നത്. ഇതുവരെ ഒരു കുഴപ്പമില്ലേനെ. ഞാനങ്ങോട്ട് വർത്താനം പറയാൻ തുടങ്ങിയപ്പോൾ ഓരോരുത്തർ ഒച്ചപ്പാണ്ടാക്കാൻ തുടങ്ങി. അപ്പോൾ തൊപ്പിട്ട് എന്താ വെച്ചാൽ മുടി കുറേ എന്താ പറയുക, മുടി ഇങ്ങനെ ഒരുമാതിരി രാവിലെ നീച്ചാൽ പരന്ന് എടുക്കുക കയറും. ഒരുമാതിരി പിരാന്തന്മാരെ പോലെ വരും. അതുകൊണ്ട് ഒരു തൊപ്പി വെച്ചതാണ്. ഇനി ഇവിടെ എന്താ പരിപാടി എന്ന് വെച്ചാൽ എന്തൊരു എട്ടങ്ങാറാണ്. എന്താണെന്ന് കല്യാണം എല്ലാം ഉണ്ടോ? എല്ലാവരും കൂടികളോ? നീ ഗെറ്റ് ടുഗതറാ? ആണ്ടാ എല്ലാവരും ഉണ്ട്. പറയാൻ പറ്റില്ലേ? ചിലപ്പോൾ എല്ലാവരും പാടി ഒന്ന് കൂടിയതാണ് കയറി വെറുതെ. ഇനി ഒരു 1 hour നമുക്ക് പഠിക്കാമെന്ന് വിചാരിച്ചു. പഠിക്കാനല്ല, പഠിക്കുന്ന ടൈമാണിപ്പോൾ. നമ്മൾ ആംബിയൻസൊക്കെ നോക്കിയേ പഠിക്കുള്ളൂ. അതുകൊണ്ട് വാർപ്പിന് വരെ പഠിക്കാം. അതാണ് സുഖം. അങ്ങനെ എപ്പോഴും ഒരേ സ്ഥലത്ത് നിന്നാണ് പഠിച്ചാൽ പാടില്ല. അതേപോലെ റൂമിൽ തന്നെ ഇരുന്ന് പഠിച്ചാലും പാടില്ല. അതിൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ടാണ് ഇരുന്ന് പഠിച്ചാൽ എനിക്കിഷ്ടമല്ല. അതുകൊണ്ട് വാർപ്പിന് മേലെ യോഗ മാറ്റ് ഉണ്ട്. ആ യോഗ മാറ്റ് ഇവിടെയാണ് വിരിച്ചു. എന്നിട്ട് നമ്മൾ ഇവിടെയാണ് പഠിച്ചു. ഒരു വൈബല്ല, തുറന്ന അന്തരീക്ഷം, നല്ല കാറ്റും വെളിച്ചവും, ഇതുപോലെ കാക്കകളുടെ സൗണ്ടും. യെസ്, കുറേ പ്രശ്നം എന്താ വെച്ചാൽ വ്ളോഗ് എടുക്കുമ്പോഴേ അപ്പോഴും നേരം പോവാണ്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ചെയ്ത് തീർക്കണം, എന്നാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ തുടങ്ങട്ടെ. പിന്നെ ഇവിടെ വൃത്തിയും കാര്യങ്ങളൊന്നും നോക്കണ്ട. ബിക്കോസ് ആസ് എ മിഡിൽ ക്ലാസ് ഒരു പേരാകുമ്പോൾ അതിൻ്റേതായ കച്ചറകളും ഇതൊക്കെ ഉണ്ടാവും. ഉദാഹരണത്തിന് അവിടെ കുറേ ഇലകൾ വീണ് കിടക്കുന്നു. നമ്മുടെ തിരുമ്പാനിട്ട് ഇതവിടെ ഇതൊന്നൊരു വൃത്തികേടാണെന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ മൊത്തത്തിൽ നോക്കുമ്പോൾ ചിലപ്പോൾ ആർക്കും എന്തെങ്കിലുമൊക്കെ തോന്നിയാലോ വെച്ചിട്ട് നമുക്ക് കുഴപ്പമൊന്നുമില്ല. അത്രേ ഉള്ളൂ. യെസ്, നമ്മളെ ബുക്കൊക്കെ ഓൾറെഡി ഇവിടെ തന്നെയാണ്. അപ്പോൾ ഇത് കഴിഞ്ഞിട്ട് കാണാം. ബൈ. കാരണം ഇതിലാണ് പഠിക്കാനുള്ളത്. പ്ലീസ് ഗൈസ്, പഠിത്തം കഴിഞ്ഞിട്ടില്ല. എന്താണ് ഇവിടെ ഉണ്ട്. പിന്നെ അപ്പോൾ എന്നുവെച്ചാൽ 1 hour ആണ്. അപ്പോൾ 30 minutes പഠിക്കും, പിന്നെ കുറച്ച് റെസ്റ്റ്. ആ റെസ്റ്റ് ടൈമിൽ നമ്മൾ യൂക്കിലേലെ പഠിക്കാമെന്ന് വിചാരിച്ചു. യൂക്കിലേലെ കൊടുത്തിട്ട് കുറേ പറയുമ്പോൾ 2 ആഴ്ചത്തോളമായി നോക്കിയിട്ട്. മറ്റേ എല്ലാ ദിവസവും ഞാൻ ഇതേപോലെ ഇങ്ങനെ ഇരിക്കുമ്പോൾ യൂക്കിലേലെ ഉണ്ടാവും. അപ്പോൾ യൂക്കിലേലെ കൂടി ട്രൈ ചെയ്ത് നോക്കും. അപ്പോൾ കുറച്ച് നേരം നമുക്ക് യൂക്കിലേലെ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ കാണിച്ചു തരാം. ചെറിയ സ്കിൽസ്, ബേസിക്. ഇത് വല്ലാതൊന്നും അറിയില്ല, പഠിച്ചു വരുന്നുള്ളൂ. ഇപ്പോൾ കറൻറ്റ്ലി ഞാൻ കുറച്ച് സാധനങ്ങൾ ഇങ്ങനെ പുതുതായിട്ട് ട്രൈ ചെയ്യുന്നില്ല. ഒരു 3 സാധനങ്ങളുണ്ട്, അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുക. 4 സാധനങ്ങൾ അതിങ്ങനെ റിപ്പീറ്റ് ചെയ്തുകൊണ്ട് പഠിച്ചു. സ്പീഡാവാൻ ഇത് കാണേണ്ട പോലെ അല്ല കേട്ടോ. ഇത് ഈ സാധനം കൊണ്ട് കാണേണ്ട പോലെയല്ല. കാണുമ്പോൾ ഇത് ഭയങ്കര സിമ്പിൾ സാധനം. പക്ഷേ ഇതിൻ്റെ ഇങ്ങനെ
ഇതിങ്ങനെ ചേഞ്ച് ചെയ്യാനാണ്, ഈ കോഡ്സ് ചേഞ്ച് ചെയ്യാനാണ് ഭയങ്കര പണി. കൈ ഇങ്ങനെ വേനാവും. പക്ഷേ ഇപ്പോൾ ആദ്യം തുടങ്ങിയെന്നൊക്കെ നല്ല പണിയാനോ. ഇപ്പോൾ കുറച്ചുകൂടി സിമ്പിളായിരിക്കണം, എന്നാലും കുറേയൊക്കെ റെഡി ആവുന്നുണ്ട്. വേറെ സാധനം വെച്ചാൽ ഇതിലൊക്കെ ചില പാട്ടൊക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ചാണ്. ഇതൊക്കെ അതുപോലെ കണ്ടുപിടിച്ചാണ് എന്നല്ല, ഞാൻ യൂട്യൂബ് നോക്കിയപ്പോൾ ഇത് മറ്റേ ചാന്തുപാലി എന്ന് പറഞ്ഞ പാട്ടിലെ മ്യൂസിക്കാണ്. അപ്പോൾ അതിൽ ഇത് മാത്രമേ ഞാൻ യൂട്യൂബ് കണ്ടിട്ടുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ പിന്നെ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇത് കിട്ടും. അപ്പോൾ അതിനനുസരിച്ച് ഇങ്ങനെ ചെയ്ത് അങ്ങനെ ആ ഒരു ടോട്ടൽ ഉണ്ടാക്കി വെച്ചാണ്. കുറച്ച് നേരം ഇതിങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് കാണാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ടോളി, പ്രശ്നമൊന്നും ചെയ്യാലോ. ഇത് മറ്റേ ഹുസിനില്ലേ, മറ്റേ അനുജാൻ്റെ അവൻ്റെ പേര് അതിനല്ലേ, ചെങ്ങൈൻ്റെ ഹുസിന്, അതിലത്തെ മ്യൂസിക്. ഇതിനിപ്പോൾ പാടാൻ സെറ്റാണ്, പക്ഷെ പാട്ട് പാടാൻ എനിക്ക് അറിയില്ല. അതുകൊണ്ട് നമുക്ക് ഇത് മാത്രം പഠിച്ചിട്ടുള്ളൂ. ഇതും ഫുള്ളായിട്ട് റെഡി ആവണുള്ളൂ. പാടാൻ കഴിയില്ല. ചെറുത് പ്രാക്ടീസ് ചെയ്യും. വീണ്ടും പഠിത്തത്തിലേക്ക്. സമയം 9 മണിയായി. 9:30 തീർക്കണം. അങ്ങോട്ട് ചായ കുടിക്കാൻ പോകണം, പൈച്ചിട്ട് ചെയ്യാം. അങ്ങനെ നമ്മൾ ആദ്യത്തെ ടാസ്ക് കംപ്ലീറ്റ് ചെയ്തു. ആദ്യത്തല്ല, ജിമ്മാണ് ഫസ്റ്റ് ടാസ്ക്. ജിമ്മ് കംപ്ലീറ്റ് ചെയ്തു. ജിമ്മൊരു ടാസ്ക്കായിട്ട് കൂട്ടാൻ കഴിയില്ല. കാരണം എന്താ വെച്ചാൽ ജിമ്മ് പറഞ്ഞത് ആ സ്റ്റാർട്ടിങ് ട്രിപ്പിൾ മാത്രമേ ഉള്ളൂ. തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ ഞാൻ കൺസിസ്റ്റൻസി ആയിട്ട് പോകും. അത് എത്ര മാസമാണെങ്കിലും പോകും, അത് വിഷയമല്ല. പഠിക്കാനുള്ളതാണ് ഏറ്റവും വലിയ സീൻ. അത് ഭയങ്കര ബോറിങ്ങാണ്. ഇനി നമുക്ക് കുളിക്കട്ടെ, എന്തെങ്കിലുമൊക്കെ തിന്നട്ടെ. 9:30 യെസ് ബൈ. അങ്ങനെ ഗൈസ് കുളിച്ച് കഴിഞ്ഞു. ഇനി ഫുഡ് കഴിക്കട്ടെ ഗൈസ്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നമ്മൾ കുറച്ച് നേരം പത്രമൊക്കെ വായിച്ച്. എന്തിനാണെന്നൊന്നും അറിയില്ല. അങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ പത്രം വായിക്കലില്ല. പിന്നെ ഇന്നിപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ കുറച്ച് കുറക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ വെറുതെ ഇരിക്കണ്ടല്ലോ വെച്ചിട്ട് പത്രം വായിച്ചാൽ വെറുതെ. ഇനിയിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സിന് പോകേണ്ടതാണ്. നമ്മൾ മോർണിംഗ് റൂട്ടീനൊക്കെ സെറ്റായിന്, കാരണം എല്ലാം ചെയ്ത് കഴിഞ്ഞു. ഇപ്പോൾ നമ്മൾ ക്ലാസ് പോകേണ്ട ടൈമാണ്, പക്ഷേ ഇന്ന് ക്ലാസ്സില്ല. അതുകൊണ്ട് നമ്മൾ രാവിലെ കോളായി പോയ ഒന്ന് സംഭവമുണ്ട്, ജനറൽ ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റ്. അത് ചെയ്യാണ്ട്. അപ്പോൾ അതിപ്പോൾ ഇന്ന് ചെയ്യണം. പിന്നെ കുറച്ച് നേരം വെറുതെ ഇരിക്കണം. പിന്നെ ഒരു പോഡ്കാസ്റ്റ് കേൾക്കണം. അങ്ങനത്തെ ചെറിയ ചെറിയ പരിപാടികൾ. അത് പറഞ്ഞപ്പോൾ കുറേ ടൈമുണ്ട്. മറ്റേ ചെയ്യാൻ തന്നെ ടൈമില്ല. ഇന്ന് ക്ലാസ് ചെയ്യാത്തതുകൊണ്ടാണെന്നറിയില്ല. ഇന്ന് ഇഷ്ടംപോലെ ടൈമുണ്ട് ഇപ്പോൾ വെറുതെ ഇരിക്കാൻ. യെസ്. പിന്നെ നമുക്ക് 2.5 ലിറ്ററിൻ്റെ ഒരു വാട്ടർ ബോട്ടിലുണ്ട്. ഇത് 2 ലിറ്റർ. 500 ലിറ്ററിൻ്റെ വേറെ ഉണ്ട്. അത് കഴിഞ്ഞു, അത് കുടിച്ച് കഴിഞ്ഞു. ഇനി ഇതുകൂടി കംപ്ലീറ്റ് ആക്കാണ്ട്. ഇതിൽ ചലഞ്ചിൽ പെട്ട സംഭവമാണ്. യെസ്. ഇത് പണ്ട് ഞാൻ നല്ല ശ്രദ്ധിച്ചതിന് ഇപ്പോൾ വെള്ളം കൂടുന്നില്ല. ഇപ്പോൾ ഇനിയും തുടങ്ങി. ഇനിയിപ്പോൾ ക്ലാസ് കേൾക്കട്ടെ, അല്ല കുറച്ച് നേരം വെറുതെ പാട്ടൊക്കെ ഇട്ടിരിക്കട്ടെ, ക്ലാസ് കേൾക്കട്ടെ. എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ, റൂമിൽ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ അപ്പോൾ റിമോട്ട് എടുക്കും, സ്പീക്കറിടും, പാട്ടും. ഇതാണ് മെയിൻ സംഭവം. യെസ്. ചെറിയ പണിയുണ്ട് ഇവിടെ. കുറേ ഇഷ്ടംപോലെ എന്താ പറയുക, തിരുമ്പിയ ഡ്രസ്സുകളുണ്ട്. അതൊക്കെ ഒന്ന് ലെവലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം അതൊക്കെ അങ്ങനെ ചെയ്യട്ടെ. യെസ്. സത്യமாக നല്ല വർക്ക് വരുന്നുണ്ട്. രാവിലെ തന്നെ ഈ നൂൽപുട്ടും തേങ്ങാപ്പാലാണ്. തേങ്ങാപ്പാൽ പഞ്ചസാര ഇട്ടാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ക്ഷീണമുണ്ട്. നമ്മൾ ജങ്ക് ഫുഡും ഷുഗറും ഏകദേശം കുറച്ച് ഒഴിവാക്കുന്നുണ്ട്. പൂർണ്ണമായിട്ട് ഒഴിവാക്കുന്നില്ല. കാരണം എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് നമ്മൾ ഒഴിവാക്കിയാൽ ഭയങ്കര പ്രശ്നമാണ്. ഒഴിവാക്കാൻ കഴിയില്ല. കുറച്ചൊക്കെ എപ്പോഴെങ്കിലും തിന്നാം. പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാലേ ഞാൻ 75 ആണ്ടെന്ന് ഒഴിവാക്കിയാൽ പറ്റ പറ്റ ഷുഗർ കട്ട് ഒഴിക്കട്ടേന്. എന്നിട്ട് അതിന് ശേഷം പിന്നെ ഇത് നിർത്തി. പിന്നെ അത് കഴിഞ്ഞ ശേഷം വെറുതെ ഒന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തിന്നു. ഐസ്ക്രീം എന്തോ തിന്നു. പിന്നെ ഇത് നിർത്താനില്ല. പിന്നെ ഇങ്ങനെ തിന്നുകൊണ്ടേ നിൽക്കുക.
ഭയങ്കര ക്രാവിങ്സ് വരും. അപ്പോൾ എപ്പോഴും നിന്നതിന് കുഴപ്പമില്ല. നമ്മൾ പിന്നെ തിന്നില്ല എന്താ തടിയില്ല ഒന്നുമില്ല. എന്തായാലും അതൊന്നും ചെയ്യട്ടെ. ബൈ. അങ്ങനെ 2:30 ഇതുവരെ എന്താ പരിപാടി എന്ന് വെച്ചാൽ കുറേ നേരം ഇങ്ങനെ വെറുതെ ആലോചിച്ചിരുന്നു. കാരണം ഇൻസ്റ്റഗ്രാമിൽ കണ്ടൻ്റ് ഒന്നുമില്ല ഇടാൻ. അപ്പോൾ എന്താ ഇങ്ങനെ ഇടാന്നുള്ള ആലോചിച്ചിരുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിനിപ്പെടുത്ത്. അപ്പോൾ അതിനെ പറ്റി ഇങ്ങനെ ചെറുതായിട്ട് വീഡിയോ ഒക്കെ എടുത്തു. യെസ്, ഇനിയും ചോറ് കഴിക്കട്ടെ, പൈച്ചിട്ട് ചെയ്യാം. ചോറ് കഴിക്കാം. നെയ്ച്ചോറും ബീഫ് കറിയും പപ്പടം. ഇത് ഹെൽത്തി ആണോ വെച്ചാൽ പപ്പടത്ര നല്ലതല്ല, പക്ഷേ വീട്ടിലുള്ളതല്ലേ, കുഴപ്പമില്ല, വലിയ സീനില്ല. നമ്മൾ മെയിനായിട്ട് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ചാൽ പുറത്തുനിന്ന് ഫുഡ് അവോയ്ഡ് ചെയ്യാനുള്ള കുറയ്ക്കാം. കാരണം എനിക്കറിയാലോ ഞാൻ അത്ര അങ്ങനെ തിന്നുണ്ടാവുന്നുണ്ട്. ഒന്നാമതാണ്ടത് ഞാൻ നല്ലോണം തിന്നു, പക്ഷെ ഭാഗ്യത്തിന് മേത്തൊന്നും പിടിക്കണില്ല. ഭാഗ്യത്തിനല്ല, ചിലത്ത് ഒരു ചടപ്പാണ് ഈ മേത്ത് പിടിച്ചാത്ത്. ഒരു ഡ്രസ്സും മേനുണ്ടാവില്ല ഇട്ടാൽ. പക്ഷെ എന്നാലും കുഴപ്പമില്ല, ഞാൻ തിന്നണനുസരിച്ച് നോക്കുമ്പോൾ ഞാൻ അത്ര തടി വെക്കണില്ല. അതുകൊണ്ട് സുഖമാണ്. യെസ്, തിന്നിട്ട് വരാം. ഗൈസ്, സമയം 4:50. നമുക്കിനി ക്ലിനിക്ക് പോവാം. യെസ്, ഇന്ന് ക്ലാസ് ചെയ്യാത്തതുകൊണ്ട് വന്നിട്ട് കുറേ ടൈം ഫ്രീ ഉണ്ടായിരുന്നു. പക്ഷെ അങ്ങനെ വല്ലാതൊന്നും പോകാൻ നോക്കിയിട്ടില്ല. ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിക്കണം. അത് മതി, ഇന്നത്തെയാണ്ട് ബെറ്റർ ആയാൽ മതി. നമുക്ക് വല്ല ബെറ്റർ ആയാൽ മതി. യെസ്, പോട്ടെ. ക്ലിനിക്ക് കഴിഞ്ഞു, തിരിച്ചാ. ഓക്കെ, ഓക്കെ, വീട്ടിലോട്ട് പോകാം. യെസ്, എന്താ മുടി ഇങ്ങനെ? കുഞ്ഞാണി ഓൺ ഒമേഗ. കുഞ്ഞാണി ഓൺ ഒമേഗ. കാണിച്ചാണ്ട് പെണ്ണുങ്ങളെ പിടിച്ചെടുത്ത യൂട്യൂബ് തുടങ്ങി. നീ കളികളങ്ങ് യൂട്യൂബിൽ. ബൈ ബൈ. ഗൈസ്, അങ്ങനെ ഇന്ന് ഡേ 1 കംപ്ലീറ്റ് ആയിരിക്കണം. ഇന്നലത്തെ വെച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചുകൂടി ബെറ്ററാണ്. കാരണം ഇന്ന് അങ്ങനെ ഫോണ് നെഗറ്റീവായിട്ട് യൂസ് ചെയ്തില്ല. ആക്ച്വലി വെറുതെ റീല് കാണാനോ അല്ലെങ്കിൽ വേറെ എന്ത് എൻ്റർടൈൻമെൻറ്റ് കാണാനായിട്ട് യൂസ് ചെയ്തില്ല. അധികം നമുക്ക് എന്തെങ്കിലും നോളജ് കിട്ടുന്ന വീഡിയോസാണ് അധികം കണ്ടത്. അപ്പോൾ ഇന്നലത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇന്ന് കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കണം. പക്ഷേ ഞാൻ ഇന്ന് കുറേയൊക്കെ ഫ്രീ ടൈം കിട്ടിയാണ്. അപ്പോൾ ഇന്ന് ഇത്ര പോരാ, ഇതിനെക്കാട്ടി ബെറ്റർ നാളെ ആവണം. യെസ്, അപ്പോൾ അതാണ് ഈ പ്ലാന്. ഇപ്പോൾ ടൈം എന്താ വെച്ചാൽ 8:53 ആയി. ഇനി ഈ വീഡിയോ ഇപ്പോൾ അതിൻ്റെ ഇപ്പോൾ ചെയ്താൽ ഇപ്പോൾ ഉത്തരനാണ്ട് ഇത് എഡിറ്റ് ചെയ്യണം. എന്നിട്ട് ഏപ്രിൽ 3-ാം തീയതിക്ക് മിക്കവാറും ഇറക്കാം. പിന്നെ അങ്ങോട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഇറക്കും പോകും. അത് കഴിഞ്ഞിട്ട് ചാനൽ എഴുതണം, നാളത്തെ പ്ലാനുകളൊക്കെ എഴുതി വെക്കണം, നാളെ എന്തൊക്കെ ചെയ്യണം എന്നുള്ള എഴുതി വെക്കണം. നാളെ ജീവനോടുണ്ടെങ്കിൽ അതൊക്കെ ചെയ്ത് തീർക്കണം. യെസ്, അപ്പോൾ ഗൈസ്, എനിക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാം. ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ചെയ്യേണ്ട. യെസ്, ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം, ഇല്ലെങ്കിൽ ചെയ്യേണ്ട, ഉണ്ടെങ്കിൽ ചെയ്യാം. ഓക്കെ, അപ്പോൾ നാളെ കാണാം. പീസ്.